നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 19 വെള്ളിയാഴ്ചയാണ്, മകരം 5. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വിശദമായ വാർത്തകളിലേക്ക്. എക്സാലോജിക് CMRL ഇടപാടിൽ വീണയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ പേരും പരാമർശിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട്. KSIDCയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടും CMRLൽ പരോക്ഷ നിയന്ത്രണവും ഉണ്ട് എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. മുഖ്യമന്ത്രിയെയും CPMനെയും വെട്ടിലാക്കുന്നതാണ് ROC റിപ്പോർട്ടിലെ പുതിയ വിവരങ്ങൾ. വ്യവസായ വകുപ്പിന് കീഴിലെ KSIDCക്ക് CMRL ഓഹരിയുണ്ട്. CMRL ബോർഡിൽ നിർണായക സ്വാധീനം ചെലുത്താവുന്നവരെ അവിടെ നിയമിച്ചിട്ടുമുണ്ട്. ഇതോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് CMRL ബോർഡ് പ്രവർത്തിക്കേണ്ടി വരും. KSIDCയെ പ്രത്യക്ഷമായും അവർക്ക് ഓഹരിയുള്ള കരിമണൽ കമ്പനി CMRLനെ പരോക്ഷമായും നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും പരാമർശമുണ്ട്. എക്സാലോജിക്കും CMRLുമായി കരാർ ഒപ്പിട്ട കാലത്ത് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. കരാർ ഒപ്പിടുമ്പോൾ ഈ തൽപരകക്ഷി ബന്ധം ബോർഡിനെ അറിയിച്ചില്ല. ഇത് കമ്പനീസ് ആക്ടിന്റെ ലംഘനമെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ വിവരം കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ED അല്ലെങ്കിൽ CBI അന്വേഷണം എന്ന പ്രതിപക്ഷ ആവശ്യത്തിന് മൂർച്ച കൂടും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട CMRL മാസപ്പടി വിവാദം വീണ്ടും ചർച്ചയായിരിക്കെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിച്ച് പ്രതിരോധം തീർക്കുകയാണ് പാർട്ടി. എന്നാൽ സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്ന കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ഒരുക്കങ്ങളും നിയമസഭാ സമ്മേളനവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാരുമായി ഒന്നിച്ചുള്ള സമരത്തിന് UDF ഇല്ല. ക്ഷണം നിരസിക്കാൻ ഓൺലൈനായി ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ തീരുമാനം അറിയിക്കും. സർക്കാരിന്റെ ക്ഷണത്തിന് യോഗത്തിൽ അനുകൂല അഭിപ്രായമുണ്ടായില്ല. മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ചുള്ള സമരം വേണ്ടെന്ന് നിലപാടെടുത്തു. കേന്ദ്രത്തിനെതിരെ UDF നേരത്തെ തന്നെ സമരരംഗത്തുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് UDF MPമാരെന്നും യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. LDFുമായി നിലവിലെ സാഹചര്യത്തിൽ ഒന്നിച്ച് സമരം ചെയ്യുന്നത് അണികളുടെ മനോവീര്യം തകർക്കുമെന്നും നേതാക്കൾ വിലയിരുത്തി. സർക്കാരിന്റെ ക്ഷണത്തിൽ തീരുമാനം വൈകുന്നത് മുന്നണിക്ക് ഗുണകരമാവില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് അടിയന്തരമായി ഓൺലൈൻ യോഗം ചേർന്നത്. യോഗ തീരുമാനം പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ അറിയിക്കും. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ സ്വീകരണം നടത്തിയതിന് 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിയാക്കിയാണ് കേസ്. രണ്ടാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയും കേസെടുത്തു. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും ക്രമസമാധാനം തകർത്തു എന്നുമാണ് പൂജപ്പുര പോലീസിന്റെ FIR. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിനു പുറകെ ഓരോന്നായി കേസുകൾ എടുക്കുകയാണ്. പുതിയ FIRലെ വിവരങ്ങൾ എന്താണ്? അതായത് ഗോപിക, ഈ സ്വീകരണത്തിനായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പുതിയൊരു കേസ് എടുത്തിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ഒന്നാം പ്രതിയും രാഹുൽ മാങ്കൂട്ടം രണ്ടാം പ്രതിയുമായാണ് കേസ്. 12 പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടാലറിയുന്ന 200ഓളം പേരെയും പ്രതിപ്പട്ടികയിൽ ചേർക്കും. സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു, ഒപ്പം പോലീസ് ആജ്ഞ ലംഘിച്ച് അന്യായമായി സംഘം ചേർന്നു, ഒപ്പം ലഹളയുണ്ടാക്കണം ഉദ്ദേശത്തോടുകൂടി ഇതായി എന്നൊക്കെയാണ് FIRൽ പറയുന്നത്. ഒപ്പം പൊതുസമാധാനം തടസ്സപ്പെടുത്തിയെന്നും FIR വ്യക്തമാക്കുന്നു. ഇതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എന്തായാലും പൂജപ്പുര പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അത്തരമൊരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു FIR കൂടി പോലീസ് എടുക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു കേസിനെതിരെ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ എന്തായാലും അറിയാം. എന്തായാലും സ്വീകരണവുമായി ബന്ധപ്പെട്ടും കേസെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്താണ് കേസ്. പക്ഷേ വകുപ്പുകൾ ഗുരുതരമായ വകുപ്പല്ല. പക്ഷേ സ്വാഭാവികമായ ഒരു സ്വീകരണ പരിപാടിക്കെതിരെയാണ് പോലീസ് വിശദമായ വകുപ്പുകൾ ഇട്ടുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ഗോപിക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണത്തിനെതിരെയാണ് പുതിയ കേസ്.
വാർത്തയുടെ വിശദാംശങ്ങളാണ് AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട 15 പേർക്കെതിരെയാണ് കേസെടുത്തത്. എല്ലാവരും KSU ഫ്രട്ടേണിറ്റി സംഘടനകളുടെ സജീവ പ്രവർത്തകരാണ്. 3-ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി അബ്ദുൾ മാലിക്കാണ് ഒന്നാം പ്രതി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ആശുപത്രി വിട്ടാലുടനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. അക്രമി സംഘത്തിൽ ക്യാമ്പസിന് പുറത്തു നിന്നുള്ളവരും ഉണ്ട് എന്ന കണ്ടെത്തലിന് പിന്നാലെ കൊച്ചിയിലെ ഗൂണ്ടാ സംഘങ്ങളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്യാമ്പസിനുള്ളിൽ അധ്യാപകനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിലെ വിരോധമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നാണ് FIR. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിലെത്തും. വൈകിട്ട് 6-ന് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷയാണ് ചെന്നൈ നഗരത്തിൽ. 22,000 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 26 ഇനങ്ങളിലായി 5,600 കായിക താരങ്ങൾ പങ്കെടുക്കും. ചരിത്രത്തിൽ ആദ്യമായി തമിഴ്നാടിന്റെ തനത് കായിക വിനോദമായ ചിലമ്പാട്ടവും മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിലും രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ക്ഷേത്രത്തിലും മോദി ദർശനം നടത്തും. കോഴിക്കോട് സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ T. സിദ്ദിഖ് MLA ഭാര്യയും പ്രതി. കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസാണ് ഷറഫുന്നീസയെ പ്രതി ചേർത്തത്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഷറഫുന്നീസ എന്ന നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ 5 കേസുകളാണ് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. 100ഓളം പരാതികൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിട്ടുണ്ട്. CEO വസീം തൊണ്ടിക്കോടൻ, മാനേജർ ഷംന KT, ഡയറക്ടർമാരായ റാഹില ബാനു, തൊണ്ടിക്കോട്ട് മൊയ്തീൻകുട്ടി എന്നിവരാണ് മറ്റു പ്രതികൾ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 3000ഓളം പേരിൽ നിന്ന് 15 മുതൽ 20 കോടി രൂപ വരെ സ്വീകരിച്ചുവെന്നാണ് ആരോപണം. വിലക്ക് ലംഘിച്ച് TN പ്രതാപൻ MPക്കായി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത്. പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് ഇന്നലെ രാത്രി പുതിയ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. KPCC സെക്രട്ടറി A. പ്രസാദിന്റെ നിർദ്ദേശപ്രകാരമാണ് ചുവരെഴുത്ത് എന്നാണ് ആക്ഷേപം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുള്ള ചുവരെഴുത്തിൽ നിന്ന് പ്രവർത്തകർ പിന്മാറണമെന്ന് TN പ്രതാപൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും സിറ്റിംഗ് MP TN പ്രതാപന്റെയും കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് തുടരെയുള്ള ചുവരെഴുത്തുകൾ. എളവള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചുവരെഴുത്ത് TN പ്രതാപൻ തന്നെ ഇടപെട്ട് മായ്ച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപാണ് പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിനു മുന്നിലും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപത്തോടെ പ്രതാപൻ തുടരുമെന്നാണ് പുതിയ ചുവരെഴുത്തിലെയും വാചകം. KPCC സെക്രട്ടറി K. പ്രസാദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷിന്റെ അറിവോടെയാണ് ചുവരെഴുത്തെന്നാണ് ആക്ഷേപം. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുള്ള നീക്കത്തെ പൂർണ്ണമായും തള്ളിയ TN പ്രതാപൻ MP പ്രവർത്തകർ ചുവരെഴുത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. 24 തൃശൂർ. ഡൽഹിയിലെ പീതംപുരയിൽ വീടിന് തീപിടിച്ച് 3 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം. പീതംപുരയിലെ ZP ബ്ലോക്കിലെ 4 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. സുഭാഷ് ജെയിൻ എന്ന ലോഹ വ്യവസായിയുടെ വീട്ടിൽ നിന്നാണ് തീ പടർന്നത്. 8 അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകട കാരണം വ്യക്തമല്ല. ഗുജറാത്തിലെ ബോട്ട് അപകടം അന്വേഷിക്കാൻ 9-അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. അപകടം നടന്ന ഹർനി തടാകത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ നേരത്തെ എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് വഡോദരയിലെ ഹരനി തടാകത്തിൽ ബോട്ട് സവാരി നടത്തിയ സ്വകാര്യ സ്കൂളിലെ 27 പേർ അടങ്ങുന്ന സംഘം അപകടത്തിൽപ്പെട്ടത്. 18 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്.
ബിൽക്കിസ് ബാനു കേസിൽ ജയിലിൽ കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 6 ആഴ്ച വരെ സമയം നീട്ടി നൽകണമെന്നാണ് ആവശ്യം. ഈ മാസം 21-നകം പ്രതികൾ ജയിൽ അധികൃതർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഈ സമയപരിധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. വൃദ്ധരായ മാതാപിതാക്കളുടെ പരിചരണം, മകന്റെ വിവാഹം, വിളവെടുപ്പ് സമയം എന്നിവയാണ് സാവകാശം തേടുന്നതിന് കാരണമായി പ്രതികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനുവിന്റെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് തന്നെയാകും പ്രതികളുടെ ഹർജിയും പരിഗണിക്കുക. വയനാട് പുൽപ്പള്ളി കടമാൻതോട് അണക്കെട്ട് പദ്ധതിയുടെ സർവേ റിപ്പോർട്ട് കാവേരി പ്രോജക്ട് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് അണക്കെട്ട് വിരുദ്ധ സമരസമിതിയുടെ ആവശ്യം. കടമാൻതോട് പദ്ധതി എത്ര ജനങ്ങളെ ബാധിക്കും? എത്ര പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും? എവിടെയെല്ലാം വെള്ളം എത്തിക്കാനാകും തുടങ്ങി സമഗ്ര വിവരങ്ങളുണ്ട് ലൈഡാർ സർവേ റിപ്പോർട്ടിൽ. കാവേരി പ്രൊജക്ട് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും. 80 സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റുകൾ സ്ഥാപിച്ചുള്ള ലൈഡാർ സർവേ പൂർത്തിയായത് നവംബർ 18-നാണ്. നേരത്തെ ഭൂതല സർവേ റിപ്പോർട്ട് ജലസേചന വകുപ്പ് തയ്യാറാക്കിയിരുന്നു. ലൈഡാർ സർവേയിൽ ശേഖരിച്ച വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ പീച്ചി ആസ്ഥാനമായ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം കൃത്യതാ പരിശോധന നടത്തിയിരുന്നു. ഭൂതല സർവേ റിപ്പോർട്ട്, ലൈഡാർ സർവേ റിപ്പോർട്ട്, കൃത്യതാ പരിശോധനാ റിപ്പോർട്ട് എന്നിവ യോജിപ്പിച്ചാണ് പദ്ധതിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുക. ഇതിനുശേഷം റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും പദ്ധതിയുടെ തുടർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അണക്കെട്ട് നിർമ്മാണം തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചാൽ വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ 1 വർഷം സമയമെടുക്കും. അതേസമയം പദ്ധതിക്കെതിരെ പ്രതിഷേധവും തുടരുന്നുണ്ട്. സർവേ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഡാം വിരുദ്ധ സമരസമിതിയുടെ ആവശ്യം. 24 വയനാട്. വീണ്ടും വാർത്തകളിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ CRPF-ഉം ഉത്തർപ്രദേശ് പോലീസും ഇന്ന് യോഗം ചേരും. ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യ നഗരപരിധിയിൽ പ്രവേശിക്കാനാകുക. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആർക്കെ, കഴിഞ്ഞ ദിവസവും അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. ഇന്ന് എന്തൊക്കെ വിശേഷ ചടങ്ങുകളാണ് നടക്കുന്നത്? ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ്? ഗർഭഗൃഹത്തില് രാമന്റെ പുതിയ രാംലല്ല ഇന്നലെ സ്ഥാപിച്ചിരുന്നു. ഇതിന് തുടർച്ചയായിട്ടുള്ള ചടങ്ങുകളാണ് ഇന്നും നടക്കുന്നത്. അത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ്. ഈ അഗ്നിസ്ഥാപനമാണ് ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യമാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി നടക്കുന്ന അഗ്നിസ്ഥാപനം എന്ന ചടങ്ങുള്ളത്. ഇത് അഗ്നിദേവന് മായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളാണ് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഉള്ളത്. അതിനുശേഷം നവഗ്രഹ സ്ഥാപനം ഇന്ന് നടക്കും. ഹവനമടക്കമുള്ള ഈ ചടങ്ങുകളും ഇന്നു മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. CRPF-ന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും സുരക്ഷാ അവലോകനം ഇന്ന് അയോധ്യയിൽ നടക്കുന്നുണ്ട്. ഈ ഗോപിക സൂചിപ്പിച്ചതുപോലെ അയോധ്യയിലേക്ക് പുറത്തു നിന്നുള്ള പ്രവേശനം ഇന്ന് മുതൽ നിരോധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ബസ്സുകളും ചെറുവാഹനങ്ങളും അടക്കം നഗരത്തിന് പുറത്ത് സർവീസുകൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ 23-ാം തീയതി വരെ നിർത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം ലഭിക്കുന്നവർക്കും അങ്ങനെയുള്ള ഏതാണ്ട് 7000-ഓളം പേരാണുള്ളത്. മാധ്യമങ്ങൾക്കും വോളണ്ടിയർമാർക്കും മാത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ 22 വരെയുള്ള ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് പ്രവേശനം ഉണ്ടാവുക. അയോധ്യയിലെ താൽക്കാലികമായിട്ടുള്ള ഇപ്പോഴുള്ള താൽക്കാലിക രാമക്ഷേത്രത്തിലാണ് ദർശനം ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അനുവദിക്കുന്നത്. ആ താൽക്കാലിക രാമക്ഷേത്രത്തിലെ ദർശന സൗകര്യം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി ഈ ദർശനം ഉണ്ടാകുന്നത് പുതിയ ക്ഷേത്രത്തിലായിരിക്കും. അത് 23-ാം തീയതി മുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ദർശനാനുമതി ലഭിക്കുന്നത്. ഈ രാംലല്ല ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്കൊപ്പം ഈ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല, ഇപ്പോഴത്തെ രാംലല്ല വിഗ്രഹവും ഈ പുതിയ ക്ഷേത്രത്തിലെ ഈ ഗർഭഗൃഹത്തിൽ തന്നെ സ്ഥാപിക്കും. ഇനി ആ വിഗ്രഹം അവിടെ ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഉത്സവ സമയത്ത് വിഗ്രഹമായിട്ടാകും എന്നതും ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് അറിയിക്കുന്നത്. ഗോപിക. അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 6ാം ദിവസത്തെ പര്യടനം അസമിൽ തുടരുന്നു. ജോർഘട്ടിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മജൂലി ദ്വീപ് സന്ദർശിച്ച് ഗോഗമുഖിൽ സമാപിക്കും. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ മജൂലി ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയില്ല എന്ന് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ജോഡോ യാത്ര മുസ്ലിങ്ങളുടെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന മിയ യാത്രയാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അധിക്ഷേപിച്ചു. യാത്രയുടെ റൂട്ട് തെറ്റിച്ചുവെന്ന് ആരോപിച്ച് ഭാരത് ജോഡോയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഗതാഗത തടസ്സമുണ്ടാക്കിയതിനാണ് പോലീസ് സ്വമേധ്യാ കേസെടുത്തത്. യാത്രയെ ഭയപ്പെടുത്തി തോൽപ്പിക്കാൻ നോക്കിയാൽ ഭയന്നു പോകില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. ഗസയിലെ യുദ്ധം അവസാനിക്കുമ്പോൾ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം തള്ളി ഇസ്രായേൽ. വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഗസയിൽ മരണസംഖ്യ 25,000-ആയി. സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിലെ ആശങ്ക മെക്സിക്കോയും ചിലിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉന്നയിച്ചു. അതിനിടെ ഖാൻ യൂനിസിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. ചെങ്കടലിൽ ഹൂതികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കും വരെ ഹൂതികൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. മുട്ടിൽ മരമുറി കേസിൽ കണ്ടുകെട്ടിയ മരങ്ങൾ ലേലം ചെയ്യാൻ അനുമതി തേടി സൗത്ത് വയനാട് DFO നൽകിയ ഹർജി കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. നിലവിൽ വനം വകുപ്പിന്റെ കുപ്പാടി ടിമ്പർ ഡിപ്പോയിലാണ് 104 മരത്തടികൾ സൂക്ഷിച്ചിട്ടുള്ളത്. മഴയും വെയിലും കൊണ്ട് മരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് DFO തടികൾ ലേലം ചെയ്യാൻ അനുമതി തേടിയത്. പ്രതിഭാഗത്തിന്റെ ഭാഗമാകും ഇന്ന് കോടതി കേൾക്കുക. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ചതടക്കം കുറ്റം ചുമത്തി അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിട്ടുണ്ട്. KLC പ്രകാരം പിഴ ചുമത്താനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് തുടങ്ങിയെങ്കിലും നിലച്ച മട്ടാണ്. അതിനിടെയാണ് വനംവകുപ്പ് ലേല നടപടികൾ തുടങ്ങാൻ അനുമതി തേടിയത്. ജോസുകുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. ഇന്ത്യയിലെ ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കുകൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നുവെന്ന് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ. 89% ഡോക്ടേഴ്സും ദിവസവും ആന്റിബയോട്ടിക്കുകൾ കുറിക്കുന്നവരാണ് എന്നും റിപ്പോർട്ടുകൾ. ബാക്ടീരിയ മൂലം അണുബാധയുണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അനാവശ്യമായും അമിതമായും ആന്റിബയോട്ടിക്കുകൾ എത്തിയാൽ ശരീരം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന നിലയിലെത്തും. അതായത് ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിൽ ഏൽക്കാത്ത അവസ്ഥ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ പ്രതിവർഷം 49 ലക്ഷത്തിലധികം പേരാണ് ഈ അവസ്ഥ മൂലം മരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് ലക്ഷത്തിൽ 416 മാരകമായ രോഗങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന നിരീക്ഷണ വിഭാഗത്തിൽപ്പെട്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകളും റിസർവ് പട്ടികയിലുള്ള ആന്റിബയോട്ടിക്കുകളും പല ഡോക്ടേഴ്സും രോഗികൾക്ക് അനാവശ്യമായി കുറിക്കുന്നു എന്നാണ് വിവരം. ഇവയുടെ അമിത ഉപയോഗം വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. അടുത്തിടെ 10,000 രോഗികളിൽ നടത്തിയ പഠനത്തിൽ പകുതിയിലധികം പേർക്കും ആന്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധം വർദ്ധിക്കുന്നതായി കണ്ടെത്തി. അണുബാധയ്ക്ക് ചികിത്സിക്കുന്നതിനു പകരം അണുബാധ തടയാനുള്ള ആന്റിബയോട്ടിക്കുകളാണ് ഇവർക്ക് നൽകിയത്. ആന്റിബയോട്ടിക് മരുന്നുകൾ ഫലിക്കാത്തതുമൂലം അവയവദാന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഒട്ടേറെ ശസ്ത്രക്രിയകൾ പരാജയപ്പെടുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് 24. അന്നപൂരണി സിനിമാ വിവാദത്തിൽ മാപ്പ് പറഞ്ഞ നടി നയൻതാര. ചിത്രത്തിലൂടെ ആരുടെയും വിശ്വാസത്തെ എതിർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ജയ് ശ്രീറാം എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ പറയുന്നു. പ്രചോദനമാകുന്ന നല്ല കാര്യങ്ങൾ പറയാൻ മാത്രമാണ് സിനിമയിലൂടെ ശ്രമിച്ചത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് താരം സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു. ഹൈന്ദവ സംഘടനകളുടെ പരാതിയെ തുടർന്ന് OTTയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സിനിമ നീക്കം ചെയ്തിരുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉപഹാരമായുള്ള ഓണവില്ലുമായി യാത്ര പുറപ്പെട്ടു. കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ, തുളസി ഭാസ്കരൻ എന്നിവർ, ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികളായ വത്സൻ തില്ലങ്കേരി, TP സെൻകുമാർ തുടങ്ങിയവർക്ക് ഓണവില്ല് കൈമാറി. ഓണവില്ലുമായി ഭക്തജനങ്ങൾ നാമജപത്തോടെ ക്ഷേത്രത്തിന് ചുറ്റും പരിക്രമം നടത്തി.
കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീം എത്തുക അടുത്ത വർഷം 2025 ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. ഈ വർഷം ജൂണിൽ എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. മഴക്കാലമായതിനാൽ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി കായികമന്ത്രി ഓൺലൈനായി ചർച്ച നടത്തി. കേരളത്തിലേക്ക് വരാൻ അർജന്റീന ഫുട്ബോൾ ടീം പൂർണ്ണ സന്നദ്ധത അറിയിച്ചതായി കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ അറിയിച്ചു. കേരളത്തിൽ നിന്ന് 5000-ഓളം കുട്ടികളെ അർജന്റീനയിൽ പരിശീലനത്തിന് കൊണ്ടുപോകുന്നതിലും ധാരണയായി. വിജയവാഡയിലെ അംബേദ്കർ സ്മൃതി വനത്തിൽ നിർമ്മിച്ച അംബേദ്കർ പ്രതിമ ഇന്ന് അനാച്ഛാദനം ചെയ്യും. 125 അടി ഉയരത്തിലാണ് പ്രതിമ നിർമ്മിച്ചത്. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി വൈകിട്ട് 4 മണിക്ക് അനാച്ഛാദനം ചെയ്യും. 400 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 2023 ഹൈദരാബാദിലും 125 അടി ഉയരമുള്ള അംബേദ്കർ പ്രതിമ നിർമ്മിച്ചിരുന്നു. തൃശൂർ വരടിയത്ത് വലയിൽപ്പെട്ട് പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി. റോഡിലെ കാനയിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരാഴ്ചയിലധികമായാണ് മൂർഖൻ കുടുങ്ങിക്കിടന്നത്. റോഡിൽ കൂടി നടന്നുപോയ ആളാണ് ആദ്യം മുറിവേറ്റ നിലയിൽ പാമ്പിനെ കണ്ടത്. ഉടൻ വനം വകുപ്പിന് വിവരമറിയിച്ചു. വനം വകുപ്പ് നിർദ്ദേശത്തെ തുടർന്ന് സർപ്പ വാളണ്ടിയർമാരായ ലിജു കാച്ചേരി, ശരത് മാടക്കാത്തറ എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ വലയിൽ നിന്നും പുറത്തെടുത്തു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ കൊക്കാലയിലെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി. എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിലായിരുന്നു പാമ്പ്. എക്സ്റേയിൽ എല്ലിന് പൊട്ടലുണ്ടെന്നും കണ്ടെത്തി. വെറ്റിനറി ഡോക്ടേഴ്സായ ഡോക്ടർ റെജി വർഗീസ്, ഡോക്ടർ സുജന എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ നൽകി. മുറിവുണങ്ങാൻ 1 മാസമെടുക്കുമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. 24 തൃശൂർ. കൊല്ലത്ത് വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷം. 2 ആഴ്ചയ്ക്കിടെ 69 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ 6 മാസമായി ABC പദ്ധതിയും നിലച്ചിരിക്കുകയാണ്. തെരുവുനായ നിയന്ത്രണത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ല. ABC പദ്ധതി ജില്ലയിൽ നിലച്ചിട്ട് 6 മാസം കഴിഞ്ഞു. കോർപ്പറേഷൻ ഒഴികെ നഗരസഭകൾക്കോ പഞ്ചായത്തുകൾക്കോ ജില്ലാ പഞ്ചായത്തിനോ ABC സെന്റർ ഇല്ലാത്തതാണ് പ്രതിസന്ധി. പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും വിഷയത്തിൽ താൽപര്യമില്ലെന്നതും മറ്റൊരു യാഥാർത്ഥ്യം. ജില്ലയിൽ ആകെ പ്രവർത്തിക്കുന്ന ABC സെന്റർ കോർപ്പറേഷൻ നേതൃത്വത്തിൽ അഞ്ചാലമൂട്ടിൽ പ്രവർത്തിക്കുന്ന ABC സെന്ററാണ്. ഇവിടെ ദിവസവും നായ്ക്കളെ വന്ധ്യംകരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് കുരിയോട്ടുമലയിൽ നിർമ്മിക്കുന്ന ABC സെന്ററിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. അടങ്കൽ തുക കണക്കാക്കുന്ന നടപടി മാത്രമാണ് പൂർത്തീകരിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് ഉപയോഗിക്കാനാകും. പക്ഷേ അതുവരെ എന്തു ചെയ്യണമെന്നാണ് ജനം ചോദിക്കുന്നത്. തെരുവുനായ നിയന്ത്രണ പദ്ധതികൾ കാര്യക്ഷമമാക്കുക മാത്രമാണ് ശാശ്വതമായ പരിഹാര മാർഗങ്ങളിലൊന്ന്. അടിയന്തരമായി ഈ വിഷയത്തിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായേ മതിയാവും. ക്യാമറമാൻ ബിജു ഖാനൊപ്പം അരുൺ രാജ്, 24. അസാധാരണമായൊരു ചർച്ചയാണ് പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തെ ഇന്നലെ ചൂടുപിടിപ്പിച്ചത്. കൗൺസിലർമാരിൽ ഒരാളുടെ എയർപോഡ് കാണാനില്ല. ആരെടുത്താലും തിരിച്ചുവെച്ചില്ല എങ്കിൽ പോലീസിനെ സമീപിക്കുമെന്നാണ് പരാതിക്കാരന്റെ മുന്നറിയിപ്പ്. ഈ സംഭവം നടന്നത് 4/10/2023 ബുധനാഴ്ച കൗൺസിൽ ദിവസമാണ്. ഇതുവരെ ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കാതിരുന്നത് ഇവിടെയുള്ള ആരെയും സംശയിക്കരുത് എന്ന വിശ്വാസത്തിലാണ്. ആയതിനാലാണ് ഞാൻ ഇത് താമസിച്ചത്. കാരണം കേരള കോൺഗ്രസ് കൗൺസിലറായ ജോസ് ചീരംകുഴിയാണ് തന്റെ എയർപോഡ് കാണാനില്ലെന്ന് യോഗത്തിൽ പരാതി ഉന്നയിച്ചത്. 30,000 രൂപ വിലയുള്ള എയർപോഡ് കൗൺസിൽ യോഗത്തിനിടെയാണ് നഷ്ടമായതെന്നും അതാരോ മോഷ്ടിച്ചതായി സംശയിക്കുന്നുവെന്നും ജോസ്. ചർച്ച ചൂടുപിടിച്ചു. എയർപോഡിനെക്കുറിച്ച് വിവരമില്ലാതായതോടെ ചെയർപേഴ്സന്റെ വെളിപ്പെടുത്തൽ. എയർപോഡിന്റെ ലൊക്കേഷൻ കണ്ടെത്തിക്കഴിഞ്ഞെന്ന്. എന്നിട്ടും ആരും കുറ്റം സമ്മതിച്ചില്ല. എയർപോഡ് തിരിച്ചു തന്നില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാനാണ് കൗൺസിലറുടെ തീരുമാനം. LDFിലെ ധാരണപ്രകാരം ചെയർപേഴ്സൺ സ്ഥാനം CPIM ഇന്നൊഴിയും. നിലവിലെ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള അവസാന കൗൺസിൽ യോഗത്തിന്റെ നിറമാണ് എയർപോർട്ട് ചർച്ച കെടുത്തിയത്. 24 കോട്ടയം.
AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ നോക്കൌട്ട് കാണാതെ പുറത്ത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും തോറ്റതോടെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ അവസാനിച്ചത്. ഉസ്ബെക്കിസ്ഥാനോട് മറുപടിയില്ലാത്ത 3 ഗോളിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. മലയാളികളടക്കമുള്ള വൻ ആരാധകരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യക്ക് ഒരു ഗോൾ പോലും നേടാനായില്ല. ഫിനിഷിംഗിലെ പാളിച്ചയും പ്രതിരോധത്തിലെ ആശയക്കുഴപ്പങ്ങളുമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. ഇന്ത്യയുടെ അവസാന മത്സരം സിറിയയ്ക്കെതിരെയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് കരുത്തരായ മുംബൈയെ നേരിടും. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയ്ക്ക് ശേഷം സഞ്ജു സാംസൺ കേരള ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. 41 തവണ രഞ്ജി കിരീടം നേടിയ മുംബൈയെ നയിക്കുന്നത് മുതിർന്ന താരം അജിങ്ക്യ രഹാനെയാണ്. വെടിക്കെട്ട് താരം ശിവം ദുബൈയും മുംബൈ നിരയിൽ ഉണ്ട്. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇനി 100 ന്യൂസുമായി പ്രജിൻ സി കണ്ണൻ ചേരും. നമസ്കാരം.